ഉം, മുഴുവൻ കലക്ക് മതമിളകിയ മട്ടിലാവണം. ഇത് നന്നായി കുടിപ്പിക്കണം. ശരി, മതിര കുടിച്ച് മതോന്മത്തനാകട്ടെ. ഓ, എന്നിട്ട് വേണം നമുക്ക് അവനെ കൊണ്ട്. ആ, നിങ്ങൾ അവിടെ തന്നെ കാവലുണ്ടായിരിക്കണം. ഓ,
മത്തഗജം. കുവലയാപീഠത്തിന്റെ കഥ കഴിഞ്ഞു. അങ്ങയെ വധിക്കാൻ ലഹരി കൊടുത്തു നിർത്തിയ ആന. ഈ മത്തഗജം യമന്റെ കവാടം പോകുന്നത് നമ്മുടെ നയനങ്ങളാൽ ദർശിക്കാൻ പോകുന്നു. അന്ന് ഗജേന്ദ്രൻ ആദിമൂല എന്ന് വിളിച്ചപ്പോൾ അങ്ങ് രക്ഷിക്കാൻ ഓടിയെത്തി. ഒരു നിമിഷം പോലും വൈകിക്കാതെ ശംഖും ചക്രവും ഗദയും അങ്ങയെ പിന്തുടർന്നു വന്നു. ഗരുഡനും പിന്നാലെ ഓടി വന്നു. ആ വേഗത ഗജേന്ദ്രൻ എന്ന ഭക്തി നിറഞ്ഞ ആനയെ സംരക്ഷിക്കാൻ. ഗജേന്ദ്രനെ രക്ഷിക്കാൻ പോകുമ്പോഴും അങ്ങയുടെ കൈകളിൽ ആയുധമില്ല. ഇപ്പോൾ ഈ കുവലയാപീഠത്തെ വധിക്കാൻ വന്നപ്പോഴും അങ്ങ് നിരായുധപാണി. ഭഗവാനെ, അങ്ങേക്ക് എന്തിനാണ് ആയുധം? നാരായണ. നമ്മുടെ ഗജവീരൻ കൊല്ലപ്പെട്ടു. നമ്മുടെ ഗജവീരൻ കൊല്ലപ്പെട്ടു. ഇല്ല, അസംഭവ്യം. പക്ഷേ സത്യമാണ് മഹാരാജൻ. ആര് പറഞ്ഞു? നമ്മുടെ ദൂതൻ. അപ്പോൾ ഇനി പ്രണാമം മഹാരാജൻ. വന്നാലും ഗോകുലപതേ, വന്നാലും. താങ്കൾ വളരെ വൈകിയല്ലോ. ക്ഷമിക്കണം മഹാരാജൻ, യമുന കടക്കാൻ വിളംബം വന്നു. ആവട്ടെ, നാം ക്ഷമിച്ചിരിക്കുന്നു. താങ്കളുടെ വീരപുത്രനെ കുറിച്ച് ഒരുപാട് സ്തുതികൾ നാം കേട്ടിരിക്കുന്നു. അവനെന്തേ ഇതുവരെ വന്നില്ല? അവൻ ഗോകുലവാസികൾക്കൊപ്പം ഇപ്പോഴിങ്ങെത്തും. ശരി, താങ്കൾ ആസനസ്ഥനായാലും. രാജകുമാരൻ ആദ്യമായി ഒരു രാജസഭയിൽ വന്നിരിക്കുകയല്ലേ? രാജാവിന്റെ മുന്നിൽ വരുമ്പോൾ വന്നിക്കണമെന്ന സാമാന്യ മര്യാദ പോലും അറിയില്ലല്ലേ? രാജാവിന് മുന്നിൽ അപേക്ഷയുമായി വരുന്നവരാണ് ആ മര്യാദ ചെയ്യേണ്ടത്. പക്ഷേ എന്നെ അങ്ങ് അക്രൂരൻ വഴി ക്ഷണിച്ചുകൊണ്ട് വന്നതാണ്. മാത്രമല്ല, മധുരയിൽ പ്രവേശിക്കുന്നതിന് മുൻപ് തന്നെ
എന്നെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള അങ്ങയുടെ രാജപത്രവും എനിക്ക് ലഭിച്ചു. അപ്പോൾ ആതിഥേയൻ അതിഥിയെ സ്വീകരിക്കുന്നതല്ലേ യഥാർത്ഥ മര്യാദ. നിന്റെ വാക്സാമർത്ഥ്യത്തിൽ നാം പ്രസന്നനായിരിക്കുന്നു. അതിനാൽ അറിവില്ലായ്മ കൊണ്ടുള്ള നിന്റെ ഈ ചെറിയ അപരാധം നാം ക്ഷമിച്ചിരിക്കുന്നു. മാത്രമല്ല, ഗ്രാമവാസിയായ നിനക്ക് രാജമര്യാദകൾ അറിയാനും വഴിയില്ല. അല്ല രാജൻ, എനിക്ക് രാജമര്യാദകളെ പറ്റിയും അറിയാം. എനിക്ക് മറ്റൊന്നുകൂടി അറിയാം. ഒരു രാജാവിനെ ആദ്യമായി ദർശിക്കാൻ പോകുമ്പോൾ വെറും കൈയോടെ പോകരുതെന്നും ഉപഹാരം എന്തെങ്കിലും നൽകണമെന്നും. അതുകൊണ്ട് വരുന്ന വഴിയിൽ വെച്ച് കണ്ട ഒരു മതയാനയെ കൊന്ന് അതിന്റെ അമൂല്യമായ ദന്തങ്ങൾ അങ്ങേക്കായി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് സ്വീകരിച്ചാലോ മഹാരാജൻ? ആഹാ, ഇതിനാണ് വീരശൂരമെന്ന് പറയുന്നത്. ഇതിൽ നിന്നും ബോധ്യമായി നിന്നെക്കുറിച്ച് കേട്ട വീരകഥകൾ നുണയല്ലെന്ന്. നിന്നെപ്പോലൊരു ധീരബാലകൻ നമ്മുടെ രാജ്യത്തുണ്ടെന്നതിൽ നാം അഭിമാനിക്കുന്നു. അതുകൊണ്ടാണ് മധുരയിലെ മഹോത്സവത്തിന് നാം നിന്നെ ക്ഷണിച്ചത്. അത് മാത്രവുമല്ല, ഈ സഭയിൽ വെച്ച് നിന്നെ നാം ആദരിച്ച് പരമവീര പുരസ്കാരം സമ്മാനിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷേ നാം ഒന്ന് ആഗ്രഹിക്കുന്നു. ഇവിടെയുള്ളവരും തീർച്ചയായും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. ഏത് ബാലകന്റെ പരമവീര കഥകൾ കാതുകളാൽ കേട്ടുവോ ആ വീരന്റെ പ്രകടനം നേരിൽ ദർശിക്കണമെന്നും അതിനായി മല്ലന്മാരെ നാം ഇവിടെ സജ്ജരാക്കിയിട്ടുണ്ട്. നാം ആഗ്രഹിക്കുന്നു ഇന്ന് ഈ അരങ്ങിൽ നിന്റെ മല്ലയുദ്ധം കാണണമെന്ന്. ഇവരിൽ ആരെ വേണമെങ്കിലും നിനക്ക് സ്വീകരിക്കാം. അവരോട് പോരാടി എല്ലാവരെയും ആനന്ദിപ്പിക്കൂ. ഇന്ന് ഞാൻ വന്നത് മധുരയിലെ മഹോത്സവം ദർശിക്കാനായിട്ടാണ്, യാതൊന്നും പ്രദർശിപ്പിക്കാനായിട്ടല്ല. മറ്റൊരവസരത്തിൽ നിശ്ചയമായും അങ്ങയുടെ ഈ ഇച്ഛയും നിറവേറ്റിത്തരാം. ഇതിലും നല്ല മറ്റൊരവസരം ഇനി എപ്പോഴുണ്ടാകും? ദേശവിദേശത്തു നിന്ന് മുഖ്യരും ഇത്ര ജനങ്ങളും ഇനി എപ്പോഴെത്തിച്ചേരും? ഇന്ന് നാം ഈ നിറഞ്ഞ സദസ്സിന് മുന്നിൽ വീരസാഹസങ്ങൾ പ്രദർശിപ്പിക്കുകയാണെങ്കിൽ കാണുന്നവർക്ക് എത്ര ആനന്ദമായിരിക്കും! പക്ഷേ നിനക്ക് ഞങ്ങളെ കണ്ടിട്ട് ഭയം തോന്നുന്നുവെങ്കിൽ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് കൈകൂപ്പി മാപ്പ് ചോദിക്കുകയാണെങ്കിൽ നിന്നെ ഞങ്ങളെല്ലാവരും വെറുതെ വിടാം. എന്തു പറയുന്നു? ഉപഹാരങ്ങൾ എന്നും എവിടെയും ആദരവിന്റെ സ്നേഹത്തിന്റെ അടയാളമുദ്രകൾ. തന്നെ നിഗ്രഹിക്കാൻ അയച്ച മതയാനയുടെ ദന്തങ്ങൾ തന്നെ കംസന് ഉപഹാരമായി സമർപ്പിക്കുന്ന കൃഷ്ണന്റെ കർമ്മവും ഇതിന് അപവാദമല്ല. ഈ ഉപഹാര സമർപ്പണം
തികച്ചും ഔദത്യരഹിതം. കാരണം അതിൽ നിശബ്ദം ആലേഖനം ചെയ്യപ്പെടുന്ന സന്ദേശം ഇതാണ്: അധർമ്മങ്ങൾക്ക് ഹ്രസ്വായസ് മാത്രം. ധർമാധർമ്മങ്ങൾ സ്വയം തിരിച്ചറിയൂ. പ്രായശ്ചിത്തത്തിന്റെ പാതയിലൂടെ ആത്മശുദ്ധി നേടൂ. ദുരാത്മാക്കൾക്ക് പോലും അന്തിമ മുഹൂർത്തത്തിലും കനിഞ്ഞനുവദിക്കുന്ന ഭഗവാന്റെ സ്നേഹമുദ്ര.